ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഞാൻ പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. ഐ ജനറലി സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ. പൊതുവെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ജനറലി. വിട്ടു നിൽക്കുക, സ്റ്റേ അവേ. ഐ ജനറലി സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ. ഞാൻ പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. തുടർച്ചയായ തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാൻ അവർ വിമുഖത കാണിക്കുന്നു. They appear reluctant to learn lessons from the continuing setbacks. തുടർച്ചയായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കണ്ടിന്യൂയിങ്. തിരിച്ചടികൾ, സെറ്റ്ബാക്സ്. പാഠങ്ങൾ, ലെസൺസ്. പഠിക്കുക, ലേൺ. വിമുഖത, റിലക്റ്റന്റ്. They appear reluctant to learn lessons from the continuing setbacks. തുടർച്ചയായ തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാൻ അവർ വിമുഖത കാണിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് റോഡരികിലെ കനാലിലേക്ക് വീണു. ഇൻ ദി ഇമ്പാക്ട് ഓഫ് ദ ഹിറ്റ് ദ ബൈക്ക് ഫെൽ ഇൻ ടു എ കനാൽ ബിസൈഡ് ദ റോഡ്. ഇടി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹിറ്റ്. ആഘാതം, ഇമ്പാക്ട്. ഇടിയുടെ ആഘാതത്തിൽ, ഇൻ ദ ഇമ്പാക്ട് ഓഫ് ദ ഹിറ്റ്. റോഡരികിലെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബിസൈഡ് ദ റോഡ്. വീഴുക, ഫോൾ. വീണു, ഫെൽ. ഇൻ ദ ഇമ്പാക്ട് ഓഫ് ദ ഹിറ്റ് ദ ബൈക്ക് ഫെൽ ഇൻ ടു എ കനാൽ ബിസൈഡ് ദ റോഡ്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് റോഡരികിലെ കനാലിലേക്ക് വീണു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കുന്നതിന് അയാൾക്ക് ധാരാളം പണം ലഭിച്ചു. ഹി റിസീവ്ഡ് എ ലോട്ട് ഓഫ് മണി ടു സബാറ്റാഷ് ദ ഓൺഗോയിങ് പ്രോജക്ട്സ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഓൺഗോയിങ്. പദ്ധതികൾ, പ്രോജക്ട്സ്. അട്ടിമറിക്കുക, സബാറ്റാഷ്. ധാരാളം, എ ലോട്ട്. പണം, മണി. ലഭിക്കുക, റിസീവ്. ലഭിച്ചു, റിസീവ്ഡ്. ഹി റിസീവ്ഡ് എ ലോട്ട് ഓഫ് മണി ടു സബാറ്റാഷ് ദ ഓൺഗോയിങ് പ്രോജക്ട്സ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കുന്നതിന് അയാൾക്ക് ധാരാളം പണം ലഭിച്ചു. ചിത്രത്തിന് പൊതുജനങ്ങളിൽ നിന്നും നിരൂപകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. The movie earned mixed reviews from the public and critics. ചിത്രം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മൂവി. പൊതുജനങ്ങൾ, പബ്ലിക്. നിരൂപകർ, ക്രിറ്റിക്സ്. സമ്മിശ്ര പ്രതികരണം, മിക്സഡ് റിവ്യൂസ്. പ്രതികരണം, റിവ്യൂ. ലഭിക്കുക, ഏൺ. The movie earned mixed reviews from the public and critics. ചിത്രത്തിന് പൊതുജനങ്ങളിൽ നിന്നും നിരൂപകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ അമ്പരപ്പിക്കുന്ന സംഭവ വികാസത്തിൽ വരും ദിവസങ്ങളിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരു നടൻ. ഇൻ എ സർപ്രൈസിംഗ് ഡെവലപ്മെന്റ് ഇൻ ദ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻ ആക്ടർ ഈസ് പ്രിപ്പയറിംഗ് ടു രജിസ്റ്റർ ഹിസ് പാർട്ടി ഇൻ ദ കമ്മിങ് ഡേയ്സ്. സംസ്ഥാനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേറ്റ്. രാഷ്ട്രീയം, പൊളിറ്റിക്സ്. സംസ്ഥാന രാഷ്ട്രീയം, സ്റ്റേറ്റ് പൊളിറ്റിക്സ്. അമ്പരപ്പിക്കുന്ന, സർപ്രൈസിംഗ്. സംഭവ വികാസം, ഡെവലപ്മെന്റ്. വരും ദിനങ്ങളിൽ, ഇൻ കമ്മിങ് ഡേയ്സ്. ഒരുങ്ങുക, പ്രിപ്പയർ. നടൻ, ആക്ടർ. ഇൻ എ സർപ്രൈസിംഗ് ഡെവലപ്മെന്റ് ഇൻ ദ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻ ആക്ടർ ഈസ് പ്രിപ്പയറിംഗ് ടു രജിസ്റ്റർ ഹിസ് പാർട്ടി ഇൻ ദ കമ്മിങ് ഡേയ്സ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ അമ്പരപ്പിക്കുന്ന സംഭവ വികാസത്തിൽ വരും ദിവസങ്ങളിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരു നടൻ. അവൻ്റെ സുഹൃത്ത് മുന്നോട്ട് വരികയും പിഴ അടയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഹിസ് ഫ്രണ്ട് സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ഓഫേർഡ് ടു പേ ദ ഫൈൻ. സുഹൃത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രണ്ട്. മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഇടപെടുക, സ്റ്റെപ്പ് ഇൻ. വാഗ്ദാനം ചെയ്യുക, ഓഫർ. പിഴ, ഫൈൻ. അടയ്ക്കുക, പേ. ഹിസ് ഫ്രണ്ട് സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ഓഫേർഡ് ടു പേ ദ ഫൈൻ. അവൻ്റെ സുഹൃത്ത് മുന്നോട്ട് വരികയും പിഴ അടയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നിർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ ഒരു പ്രമുഖ വ്യക്തി അപകടത്തിൽ മരിച്ചു. In an unfortunate incident, a prominent person died in an accident. നിർഭാഗ്യകരമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അൺഫോർച്ചുനേറ്റ്. സംഭവം, ഇൻസിഡൻറ്റ്. പ്രമുഖ വ്യക്തി, പ്രോമിനന്റ് പേഴ്സൺ. മരിക്കുക, ഡൈ. മരിച്ചു, ഡൈഡ്. അപകടം, ആക്സിഡൻറ്റ്. In an unfortunate incident, a prominent person died in an accident. നിർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ ഒരു പ്രമുഖ വ്യക്തി അപകടത്തിൽ മരിച്ചു. പകൽ വെളിച്ചം പോലെ വ്യക്തമാണെങ്കിലും നിലവിലുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മാത്രമാണ് ഒരു പൊതുശബ്ദം. Although it appears as clear as daylight, he is the only public voice to point out the ongoing crisis.
പകൽ വെളിച്ചം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡേ ലൈറ്റ്. വ്യക്തം, ക്ലിയർ. പകൽ വെളിച്ചം പോലെ വ്യക്തം, ആസ് ക്ലിയർ ആസ് ഡേ ലൈറ്റ്. നിലവിലുള്ള പ്രതിസന്ധി, ഓൺഗോയിങ് ക്രൈസിസ്. പ്രതിസന്ധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്രൈസിസ്. ചൂണ്ടിക്കാണിക്കുക, പോയിന്റ് ഔട്ട്. പൊതുശബ്ദം, പബ്ലിക് വോയിസ്. Although it appears as clear as daylight, he is the only public voice to point out the ongoing crisis. പകൽ വെളിച്ചം പോലെ വ്യക്തമാണെങ്കിലും നിലവിലുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മാത്രമാണ് ഒരു പൊതുശബ്ദം. ഈ വർഷം ഒരു വാർത്താ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. എ കോൺട്രവേഴ്സി ഇറപ്റ്റഡ് ആഫ്റ്റർ എ ന്യൂസ് റിപ്പോർട്ട് എമേർജ്ഡ് ദിസ് ഇയർ. ഈ വർഷം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദിസ് ഇയർ. വാർത്താ റിപ്പോർട്ട്, ന്യൂസ് റിപ്പോർട്ട്. പുറത്തു വരിക, എമേർജ്. പിന്നാലെ, ആഫ്റ്റർ. വിവാദം, കോൺട്രവേഴ്സി. പൊട്ടിപ്പുറപ്പെടുക, ഇറപ്റ്റ്. എ കോൺട്രവേഴ്സി ഇറപ്റ്റഡ് ആഫ്റ്റർ എ ന്യൂസ് റിപ്പോർട്ട് എമേർജ്ഡ് ദിസ് ഇയർ. ഈ വർഷം ഒരു വാർത്താ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. വ്യവസ്ഥയുടെ വിട്ടുമാറാത്ത രോഗങ്ങളോട് പോരാടാൻ അദ്ദേഹം ശ്രമിച്ചു. എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായി അദ്ദേഹം തൻ്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നു. He tried to fight the chronic ills of the system and stayed true to his ideals against all odds. വ്യവസ്ഥ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സിസ്റ്റം. വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്രോണിക് ഇൽസ്. പോരാടുക, ഫൈറ്റ്. ശ്രമിക്കുക, ട്രൈ. എല്ലാ പ്രതിബന്ധങ്ങളും, ഓൾ ഓഡ്സ്. എതിരായി, എഗനസ്റ്റ്. ആദർശങ്ങൾ, ഐഡിയൽസ്. ഉറച്ചു നിൽക്കുക, സ്റ്റേ ട്രൂ. ഹി ട്രൈ ടു ഫൈറ്റ് ദ ക്രോണിക് ഇൽസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് സ്റ്റേ ട്രൂ ടു ഹിസ് ഐഡിയൽസ് എഗനസ്റ്റ് ഓൾ ഓഡ്സ്. വ്യവസ്ഥകളുടെ വിട്ടുമാറാത്ത രോഗങ്ങളോട് പോരാടാൻ അദ്ദേഹം ശ്രമിച്ചു. എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായി തൻ്റെ ആദർശങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അമിത ലഗേജിന് അവർ ഒന്നെങ്കിൽ കനത്ത പിഴ നൽകണം, അല്ലെങ്കിൽ അവരുടെ ചില സാധനങ്ങൾ അവിടെ ഉപേക്ഷിക്കണം. ഫോർ ദ എക്സസീവ് ലഗേജ് they either have to pay a heavy fine or abandon some of their belongings there. അമിത ലഗേജ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സസീവ് ലഗേജ്. കനത്ത പിഴ, ഹെവി ഫൈൻ. നൽകുക, പേ. അവരുടെ ചില സാധനങ്ങൾ, സം ഓഫ് ദെയർ ബിലോങ്ങിങ്സ്. സാധനങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബിലോങ്ങിങ്സ്. ഉപേക്ഷിക്കുക, അബാൻഡൻ. ഫോർ ദ എക്സസീവ് ലഗേജ് they either have to pay a heavy fine or abandon some of their belongings there. 2 വർഷത്തിലേറെയായി പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. He has been trying to bring the issues to government's attention for more than 2 years. 2 വർഷത്തിലേറെയായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് for more than 2 years. പ്രശ്നങ്ങൾ, ഇഷ്യൂസ്. സർക്കാർ, ഗവൺമെൻറ്. ശ്രദ്ധയിൽപ്പെടുത്തുക, bring to attention. ശ്രമിക്കുക, try. He has been trying to bring the issues to government's attention for more than 2 years. 2 വർഷത്തിലേറെയായി പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ജനവിധി നൽകി തങ്ങളെ ജനങ്ങൾ വീണ്ടും അനുഗ്രഹിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. They hope that they will be blessed again by the people with a resounding mandate in the forthcoming elections. വരുന്ന എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫോർത്ത് കമ്മിങ്. തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ. വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഇൻ ദ ഫോർത്ത് കമ്മിങ് ഇലക്ഷൻസ്. ശക്തമായ ജനവിധി, റിസൗണ്ടിങ് മാൻഡേറ്റ്. ജനവിധി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മാൻഡേറ്റ്. ജനങ്ങൾ, പീപ്പിൾ. അനുഗ്രഹിക്കുക, ബ്ലസ്. വീണ്ടും അനുഗ്രഹിക്കുക, ബ്ലസ് അഗെയിൻ. പ്രതീക്ഷിക്കുക, ഹോപ്പ്. They hope that they will be blessed again by the people with a resounding mandate in the forthcoming elections. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ജനവിധി നൽകി തങ്ങളെ ജനങ്ങൾ വീണ്ടും അനുഗ്രഹിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അയാൾ പാക്ക് ചെയ്ത ബാഗുകൾ അനുവദനീയമായ പരിധിക്കപ്പുറം പോയി. The bags that he packed went beyond the permitted limit. പരിധിക്കപ്പുറം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബിയോണ്ട് ദ ലിമിറ്റ്. അനുവദനീയമായ പരിധി, പെർമിറ്റഡ് ലിമിറ്റ്. The bags that he packed went beyond the permitted limit. അയാൾ പാക്ക് ചെയ്ത ബാഗുകൾ അനുവദനീയമായ പരിധിക്കപ്പുറം പോയി. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി വിയോജിപ്പിൻ്റെയും ജാഗ്രതയുടെയും ഒരേയൊരു ശബ്ദമാണ് അവൾ. For the past few decades,
ഷി ഹാസ് ബീൻ ദ ഓൺലി വോയിസ് ഓഫ് ഡിസെൻറ്റ് ആൻഡ് കോഷൻ. പതിറ്റാണ്ടുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിക്കേഡ്സ്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി, ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ്. വിയോജിപ്പ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിസെൻറ്റ്. ജാഗ്രത, കോഷൻ. ഒരേ ഒരു ശബ്ദം, only the voice. For the past few decades, she has been the only voice of dissent and caution. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി വിയോജിപ്പിൻ്റെയും ജാഗ്രതയുടെയും ഒരേ ഒരു ശബ്ദമാണ് അവൾ. കാലക്രമേണ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പ്രോബ്ലം സ്റ്റാർട്ടഡ് ആസ് ടൈം പ്രോഗ്രസ്ഡ്. കാലക്രമേണ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടൈം പ്രോഗ്രസസ് അല്ലെങ്കിൽ ടൈം പാസസ്. പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്. ആരംഭിക്കുക, സ്റ്റാർട്ട്. ആരംഭിച്ചു, സ്റ്റാർട്ടഡ്. പ്രോബ്ലം സ്റ്റാർട്ടഡ് ആസ് ടൈം പ്രോഗ്രസ്ഡ്. കാലക്രമേണ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹത്തെ വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഹി വാസ് ഇൻവൈറ്റഡ് ടു ദ മാരേജ് ഫംഗ്ഷൻ ഡ്യൂ ടു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് എ പ്രോമിനൻറ്റ് പേഴ്സൺ. പ്രമുഖ വ്യക്തി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രോമിനൻറ്റ് പേഴ്സൺ. ബന്ധം, റിലേഷൻഷിപ്പ്. കൊണ്ടാണ് അല്ലെങ്കിൽ കാരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂ ടു. വിവാഹ ചടങ്ങ്, മാരേജ് ഫംഗ്ഷൻ. ക്ഷണിക്കുക, ഇൻവൈറ്റ്. ഹി വാസ് ഇൻവൈറ്റഡ് ടു ദ മാരേജ് ഫംഗ്ഷൻ ഡ്യൂ ടു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് എ പ്രോമിനൻറ്റ് പേഴ്സൺ. ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹത്തെ വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. കമ്പനിയുടെ നയങ്ങൾ ലംഘിച്ച ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മാനേജർ തീരുമാനിച്ചു. The manager decided to take disciplinary action against the employees who violated the company policies. കമ്പനിയുടെ നയങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കമ്പനീസ് പോളിസീസ്. ലംഘിക്കുക, വയലേറ്റ്. ജീവനക്കാർ, എംപ്ലോയീസ്. അച്ചടക്ക നടപടികൾ, ഡിസിപ്ലിനറി ആക്ഷൻസ്. സ്വീകരിക്കുക അല്ലെ കൈക്കൊള്ളുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടേക്ക്. തീരുമാനിക്കുക, ഡിസൈഡ്. The manager decided to take disciplinary action against the employees who violated the company policies. കമ്പനിയുടെ നടപടികൾ ലംഘിച്ച ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മാനേജർ തീരുമാനിച്ചു. പിഴയടയ്ക്കാൻ ഇയാളുടെ പക്കൽ മതിയായ പണമില്ലായിരുന്നു. He didn't have enough money to pay the fine. പിഴ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻ. അടയ്ക്കുക, പേ. പിഴയടയ്ക്കുക, പേ ദ ഫൈൻ. മതിയായ, ഇനഫ്. പണം, മണി. He didn't have enough money to pay the fine. പിഴയടയ്ക്കാൻ ഇയാളുടെ പക്കൽ മതിയായ പണമില്ലായിരുന്നു. സമ്മേളനത്തിൽ ജീവനക്കാരുടെ തെറ്റായ പെരുമാറ്റങ്ങളെ മാനേജ്മെന്റ് അപലപിച്ചു. ഡ്യൂറിംഗ് ദ കോൺഫറൻസ്, ദ മാനേജ്മെന്റ് കണ്ടംഡ് ദ എംപ്ലോയീസ് മിസ്ബിഹേവിയേഴ്സ്. സമ്മേളനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോൺഫറൻസ്. സമ്മേളനത്തിൽ, ഡ്യൂറിംഗ് ദ കോൺഫറൻസ്. ജീവനക്കാർ, എംപ്ലോയീസ്. തെറ്റായ പെരുമാറ്റങ്ങൾ, മിസ്ബിഹേവിയേഴ്സ്. അപലപിക്കുക, കണ്ടം. ഡ്യൂറിംഗ് ദ കോൺഫറൻസ്, ദ മാനേജ്മെന്റ് കണ്ടംഡ് ദ എംപ്ലോയീസ് മിസ്ബിഹേവിയേഴ്സ്. സമ്മേളനത്തിൽ ജീവനക്കാരുടെ തെറ്റായ പെരുമാറ്റങ്ങളെ മാനേജ്മെന്റ് അപലപിച്ചു. അച്ചടക്ക നടപടിക്ക് സാധാരണയായി പല രൂപങ്ങളുണ്ട്. മുന്നറിയിപ്പ്, പരസ്യമായ വിമർശനം, സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യൽ, ഉദ്യോഗത്തിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യൽ, പുറത്താക്കൽ എന്നിവയാണവ. ഡിസിപ്ലിനറി ആക്ഷൻ ക്യാൻ യൂഷ്വലി ടേക്ക് മെനി ഫോംസ്. വാർണിംഗ്, പബ്ലിക് സെൻഷർ, റിമൂവൽ ഫ്രം പൊസിഷൻസ്, സസ്പെൻഷൻ ആൻഡ് എക്സ്പൾഷൻ. അച്ചടക്ക നടപടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിസിപ്ലിനറി ആക്ഷൻ. സാധാരണയായി, യൂഷ്വലി. പല രൂപങ്ങൾ, മെനി ഫോംസ്. മുന്നറിയിപ്പ്, വാർണിംഗ്. പരസ്യമായ വിമർശനം, പബ്ലിക് സെൻഷർ. സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക, റിമൂവൽ ഫ്രം പൊസിഷൻസ്. സ്ഥാനങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പൊസിഷൻസ്. നീക്കം ചെയ്യുക, റിമൂവ്. ഉദ്യോഗത്തിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യുക, സസ്പെൻഷൻ. പുറത്താക്കൽ, എക്സ്പൾഷൻ. ഡിസിപ്ലിനറി ആക്ഷൻ ക്യാൻ യൂഷ്വലി ടേക്ക് മെനി ഫോംസ്. വാർണിംഗ്, പബ്ലിക് സെൻഷർ, റിമൂവൽ ഫ്രം പൊസിഷൻസ്, സസ്പെൻഷൻ ആൻഡ് എക്സ്പൾഷൻ. അച്ചടക്ക നടപടിക്ക് സാധാരണയായി പല രൂപങ്ങളുണ്ട്. മുന്നറിയിപ്പ്, പരസ്യമായ വിമർശനം, സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യൽ, ഉദ്യോഗത്തിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യൽ, പുറത്താക്കൽ എന്നിവയാണ് അവ. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് വഴി മനസ്സിലാക്കിയ വൊക്കാബുലറി നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ, ബൈ.